നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഠനപാഠ്യേതര രംഗത്ത് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്ന മികവുറ്റ പ്രകടനം നാടിന്റെ വികസനത്തിന് ഉതകുന്നതായിരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ. ചാലക്കുടി TTIക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ സ്ഥലപരിശോധന നടത്തി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് അടിത്തറ നിർമ്മിക്കാനെടുത്ത കുഴിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചു കയറി. കൊടകര ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നറുക്കെടുപ്പ് നടത്തി. റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവില വീണ്ടും 91,000-ന് മുകളിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനി മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കൂർ മാത്രമേ അടയ്ക്കൂ. വീണ്ടും വർഗീയ പ്രസ്താവനയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വാർത്തകൾ വിശദമായി. പഠനപാഠ്യേതര രംഗത്ത് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്ന മികവുറ്റ പ്രകടനം നമ്മുടെ നാടിന്റെ വികസനത്തിന് ഉതകുന്നതായിരിക്കണമെന്നും നല്ല പൗരന്മാരായി തീരുവാൻ പരിശ്രമിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ LSS, USS, NMMS സ്കോളർഷിപ്പുകൾക്ക് അർഹരായ വിദ്യാർത്ഥികൾക്കായി സനീഷ് കുമാർ ജോസഫ് MLA ഒരുക്കിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ചിറക് പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 500ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിരമടത്തെ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P ബിനീഷ, വാർഡംഗം നീത പോൾ, സിസ്റ്റർ ജോസ്ലിൻ, സാജു ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. അതും 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കോ +2 ഉള്ള കുട്ടികൾക്കോ എല്ലാവരും അവാർഡ് കൊടുക്കാറില്ലേ? അത് ചൂടെടുക്കണോണ്ടാണോ? ആണല്ലേ? അല്ലേ? കുറച്ചുകൂടി സന്തോഷം കാണിക്കില്ലേ? കഴിഞ്ഞു. ഇനിയിപ്പോ ആകെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത എന്താ? എക്സൈറ്റ്മെന്റ് ഇന്ന് മാത്രമല്ല ഈ ഇരിക്കുന്നേ. നല്ല പൗരന്മാരായിട്ട് വരുമ്പോ ഈ റോഡും ആശുപത്രിയും സ്കൂളും ഒക്കെ എല്ലാ ടീച്ചേഴ്സിന് വന്നിട്ടൊന്നും പ്രിൻസിപ്പാളിനെയും നിങ്ങളുടെ ഹെഡ് മിസ്ട്രസിനെയും പാരന്റ്സിന് കൂടെ വരാത്ത. ഓക്കെ, ഇവിടെ MLA മനസ്സിലായത് എന്താ ചിറക് പദ്ധതി? ആരെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? പത്രമൊക്കെ വായിക്കും. ആരാദ്യം കൈപൊക്കുന്നേ? മോന്റെ പേര്? നമുക്ക് കിട്ടാനുള്ളതാണ് അല്ലേ? അല്ലേ? എല്ലാവരും ഹാപ്പിയാണോ? ഞങ്ങളുടെയൊക്കെ
ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ 30 വർഷം മുമ്പ് ഞങ്ങളുടെ സ്കൂളിൽ LSSന്റെ പരീക്ഷ നടന്ന സമയത്ത് അന്ന് നമുക്ക് ട്രോഫി തന്നത് നമ്മുടെ സ്കൂൾ അസംബ്ലിയിൽ മാത്രമാണ്. പക്ഷെ ഇവിടെയോ എല്ലാ സ്കൂളിലെയും കുട്ടികൾ ഒരുമിച്ച് വന്നിട്ട് അല്ലേ, നമ്മുടെ MLA നേരിട്ട് വന്നിരിക്കുന്നു, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ നേരിട്ട് വന്നിരിക്കുന്നു. എല്ലാവർക്കും കൂടി വലിയൊരു വേദി. സന്തോഷമില്ലേ? വലിയ കാര്യമായിട്ട് നിങ്ങൾക്കത് തോന്നുന്നില്ലേ? ഞാനന്ന് നമുക്കന്ന് LSS കിട്ടിയ സമയത്തെ എനിക്കുണ്ടായൊരു സന്തോഷം, ഒരു കഥ ഞാൻ പറയട്ടെ. അപ്പോൾ LSS കിട്ടി. നമുക്ക് 4ാം ക്ലാസ്സിൽ LSS കിട്ടുമ്പോൾ 5ാം ക്ലാസ്സിലാണ് റിസൾട്ട് വരിക. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഒരു വർഷമായിട്ട് അന്ന് റിസൾട്ട് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ മറന്നു പോയിരുന്നു പരീക്ഷ എഴുതിയ കാര്യമൊക്കെ. അപ്പോൾ ഒരു ദിവസം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് വന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു ഫോട്ടോ കൊണ്ടുവരണമെന്ന്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്ര സ്റ്റുഡിയോ ഒന്നുമില്ല. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി അപ്പോൾ തന്നെ നമുക്ക് ഫോട്ടോ കിട്ടില്ലേ? അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് സാധാരണയുള്ളൂ. ഇനി കളർ കിട്ടുകയാണെങ്കിൽ കുറേ പൈസ കൊടുക്കണം. പിന്നെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെയാണ് കിട്ടുക. അപ്പം അന്ന് നാളെ ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇനി സ്കൂൾ വിട്ട് പോയി ഫോട്ടോ എടുത്തിട്ട് നാളെ കിട്ടുമോ എന്നുള്ള ടെൻഷൻ കാരണം ഞാനന്ന് ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് എങ്ങാനും ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ഇനി സ്കൂളിൽ പോയി ഫോട്ടോ എടുക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം എങ്ങനെയോ ഫോട്ടോ എൻ്റെ അച്ഛനും അച്ഛനും കൂടി ഒരു ഫോട്ടോ ഒക്കെ ഒപ്പിച്ച് തന്നു. എന്നിട്ടത് സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അന്ന് ഈ LSS കിട്ടിയ കുട്ടികളുടെയൊക്കെ പടം പത്രത്തിൽ വരും, അന്ന് സ്കൂളിൽ നിന്ന് കൊടുക്കും. ആ ഒരു ഫോട്ടോ കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, എനിക്കിപ്പോഴും മാറിയിട്ടില്ല. ആദ്യമായിട്ട് നമ്മുടെ പടം പത്രത്തിൽ വന്നതും മറ്റുള്ളവർ നമ്മളെപ്പറ്റി ഒരു മനസ്സിലാക്കിയ ഒരു സമയം. അപ്പം ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് എല്ലാവരുടെയും നടുവിൽ നിന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടുന്ന കുട്ടികളായിരിക്കും അല്ലേ? ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടാവും, സ്കൂളിൽ ഫസ്റ്റ് കിട്ടുന്നുണ്ടാവും, ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടുന്നുണ്ടാവും, PCMൽ ഫസ്റ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഒന്നായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അന്ന് MLAയും ഇത്രയും പേര് ചേർന്ന് നിങ്ങൾ അനുമോദിച്ച് ഈ ഒരു ഫോട്ടോ എടുത്ത് കാണുമ്പോൾ, ഈ ഒരു ഫോട്ടോ ഇന്നത്തെ ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ പ്രൈസ് കിട്ടിയതിൻ്റെയൊക്കെ, അതെടുത്ത് പിന്നീട് കാണുമ്പോൾ നിങ്ങൾക്കുള്ള എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ കഥ ഓർമ്മ വരും. അന്ന് 30 വർഷം മുമ്പുള്ള കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്, എൻ്റെ 9ാം വയസ്സിലുള്ള കഥ. അപ്പോൾ ആ ഒരു കഥ ഞാൻ ഇത്രയും ഓർത്ത് വെക്കണമെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ എത്ര വലിയൊരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ആ ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങിയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം എന്താ? നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സമ്മാനം കിട്ടുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് അതൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാരും നമ്മുടെ സ്കൂളുകളും ഒക്കെ നമ്മളെ അംഗീകരിക്കുമ്പോൾ കൂടിയല്ലേ നമുക്ക് സന്തോഷം കിട്ടുന്നത് അല്ലേ? നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടും കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷം ഇടയ്ക്ക് കുറയാറില്ലേ? ഇല്ലേ? അപ്പം അങ്ങനെ ചാലക്കുടി TTIക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ സ്ഥലപരിശോധന നടത്തി. സനീഷ് കുമാർ ജോസഫ് MLAയുടെ 2024-2025 വർഷത്തെ ബജറ്റ് നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ച് നിലവിലുള്ള TTIയുടെയും LP സ്കൂളിന്റെയും സമീപത്താണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. ഏറെ കാലപ്പഴക്കം ചെന്ന TTIയുടെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നിട്ട് വർഷങ്ങൾ ഏറെയായി. നേരത്തെ LP സ്കൂൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള TTIയുടെ ഒരു ഭാഗം പൊളിച്ചുമാറ്റുകയും ചെയ്തിരുന്നു. നിലവിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് TTI പ്രവർത്തിച്ചു വരുന്നത്. TTIക്ക് കെട്ടിടം പൂർത്തിയാകുന്നതോടെ ഈ കോമ്പൗണ്ടിലുള്ള 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പുതിയ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇതോടെ ഇവിടെയുള്ള പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചുമാറ്റി ദേശീയപാതയോട് ചേർന്ന നിലവിലുള്ള ഗ്രൗണ്ട് കൂടി ഉൾപ്പെടുത്തി വിശാലമായ കളിസ്ഥലം ഇവിടെ തയ്യാറാക്കാനാണ് പദ്ധതി. MLAയോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ, UDF ലീഡർ ബിജു എസ് ചിറയത്ത്, വാർഡ് കൗൺസിലർ നിത പോൾ, പ്രധാന അധ്യാപകരായ P മിനി, സ്മിത മാനുവൽ, PTA പ്രസിഡന്റുമാരായ ഷൈബു പുത്തമ്പുറയ്ക്കൽ, NL ജസ്റ്റിൻ, പൊതുമരാമത്ത് വകുപ്പ് ഓവർസിയർ നിഷ, ശ്രീജേഷ് എന്നിവരാണ് സന്ദർശനം നടത്തിയത്. 2024-25 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫിന്റെ ബഡ്ജറ്റ് നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഏറെ കാലങ്ങളായി ചാലക്കുടി TTIക്ക് പുതിയ കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള 2 കോടി രൂപ നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായി വളരെ പഴക്കം ചെന്ന കെട്ടിടത്തിൽ
ഇതിന്റെ TTA പ്രവർത്തനം നടന്നു വരുന്ന ഒരു വളരെ പ്രയാസകരമായ സാഹചര്യമാണ്. ഒപ്പം തന്നെ ഇതിന് LP വിഭാഗത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ച ഒരു അവസരത്തിൽ നിലവിൽ ഉപയോഗിച്ചിരുന്ന കെട്ടിട സൗകര്യങ്ങൾ കുറേയേറെ പൊളിച്ചു മാറ്റിയതിനു ശേഷമാണ് അവിടെ LP വിഭാഗത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ അത്യന്താപേക്ഷിതമാണ് നമുക്കൊരു പുതിയ കെട്ടിടം TTA സാധ്യമാകുക എന്ന് പറയുന്നത്. വളരെ സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു ഇടത്തിലാണ് ഇപ്പോൾ ക്ലാസ്സും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ TTA നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഏറെക്കാലത്തെ പ്രയത്നത്തിന്റെയും ഇടപെടലിന്റെയൊക്കെ ഭാഗമായി നമുക്ക് പുതിയ കെട്ടിട സൗകര്യം അനുവദിച്ചിരിക്കുകയാണ്. AITUC നിയന്ത്രണത്തിലുള്ള സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ അങ്കമാലി ഉപജില്ല വാർഷികാഘോഷം സംഘടിപ്പിച്ചു. അങ്കമാലി SNDP ഹാളിൽ നടന്ന വാർഷികാഘോഷം കേരള മഹിളാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജി മോൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PG മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. CPI അങ്കമാലി മണ്ഡലം സെക്രട്ടറി M മുകേഷ് മുഖ്യാതിഥിയായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിത അപ്പുക്കുട്ടൻ, ഉപജില്ലാ പ്രസിഡന്റ് സീനിയ വിന്നി, സെക്രട്ടറി അമ്പിളി അജയൻ, AITUC മണ്ഡലം പ്രസിഡന്റ് CK ബിജു, CPI മണ്ഡലം കമ്മിറ്റി അംഗം MS ചന്ദ്രബോസ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി OG കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയനിൽ പുതിയതായി ചേർന്ന തൊഴിലാളികൾക്ക് യോഗത്തിൽ സ്വീകരണം നൽകി. യൂണിയനിലെ മുതിർന്ന അംഗം PD ആനീസിനെയും പാചക മത്സരത്തിൽ പങ്കെടുത്ത് ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ പുരസ്കാരങ്ങൾ നേടിയ തൊഴിലാളി പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബിന്ദു ജയൻ, രജിത മനോജ്, ഇരുപതിനായിരത്തിലധികം തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ, 20,000-ലധികം പാചക തൊഴിലാളികൾ കേരളത്തിലുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് പാചകം ചെയ്യുന്നത്? ഒരു പാചക തൊഴിലാളി 500 മുതൽ അല്ലേ, 500 മുതലാണ്. നമ്മുടെ ആവശ്യമല്ല, 250 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി. ഇതാണ് നമ്മുടെ ഡിമാൻഡ്. നമ്മുടെ സംഘടനയുടെ മുദ്രാവാക്യം അതാണ്. 500-ഉം അതിലധികവും കുട്ടികൾക്ക് പാചകം ചെയ്ത് ഭക്ഷണം കൊടുക്കുന്നവരാണ് നിങ്ങൾ. അത്ര ചെറിയ ആളുകളൊന്നുമല്ല. ഒരു ദിവസം 500 കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ സംഘടിതരല്ലായിരുന്നു. അതിന് AITUC പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സഖാക്കൾ എത്തിച്ചേർന്ന വളരെ ദുരിത ജീവിതം നയിച്ച ഒത്തിരി പേരെ നമുക്കറിയാം. പാചകപ്പുര ഇല്ലാത്തവർ, എന്തിന് പാചകം ചെയ്യാൻ പാത്രമില്ലാത്ത സ്കൂളുകൾ, പാചകപ്പുര കൊടുക്കാൻ MLA ഫണ്ടിൽ അനുവാദം വേണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത അനുവാദം വാങ്ങിച്ച് പാചകപ്പുരയ്ക്ക് ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിന്റെ കയ്യിൽ നിന്ന് MLA ഫണ്ടിൽ പാചകപ്പുരയ്ക്ക്, അത് ഗവൺമെന്റ് സ്കൂളെന്നോ മാനേജ്മെന്റ് സ്കൂളെന്നോ വ്യത്യാസമില്ലാതെ പാചകപ്പുരയ്ക്ക് കൊടുക്കാൻ അനുവാദം വേണമെന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഓർഡർ ഇറക്കിച്ചതാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് അടിത്തറ നിർമ്മിക്കാനെടുത്ത കുഴിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചുകയറി. മുൻഭാഗത്തെ ടയർ മണ്ണിൽ പൂർന്നിറങ്ങിയതുകൊണ്ട് മാത്രമാണ് 4 അടിയിലേറെ താഴ്ചയുള്ള സർവീസ് റോഡിലേക്ക് മറിയാതിരുന്നത്. 43 യാത്രക്കാരുമായി തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്. ആർക്കും പരിക്കില്ല. ശക്തമായ മഴയ്ക്കിടെ ശനിയാഴ്ച പുലർച്ചെ 12:30 സംഭവം. പ്രദേശത്ത് വെളിച്ചക്കുറവും ഉണ്ടായിരുന്നു. കുഴിയോട് ചേർന്ന് ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ചതൊഴിച്ചാൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും നിർമ്മാണ കമ്പനിയും അതിന് മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയും പാലിക്കാത്തതാണ് അപകടത്തിന് കാരണം. ബസ് കുഴിയിൽ അകപ്പെട്ടതിനെ തുടർന്ന് ട്രാഫിക് ബ്ലോക്ക് രൂപപ്പെടുകയും കൊട്ടാരക്കരയിലേക്ക് പച്ചക്കറിയുമായി പോകുന്ന മിനി ലോറി മറ്റൊരു ലോറിക്ക് പുറകിൽ ഇടിച്ചും അപകടമുണ്ടായി. അപകടത്തിൽപ്പെട്ട ബസ് നീക്കം ചെയ്താൽ റോഡിന്റെ ഒരു ഭാഗം ഇടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഒറ്റവരിയിലൂടെ മാത്രമേ വാഹനങ്ങൾ കടന്നുപോവുകയുള്ളൂ. ഇത് വളരെ വെട്ടം കുറവായിരുന്നു. നമ്മുടെ വണ്ടി സ്ലോയിലായിരുന്നു. പക്ഷെ ഈ ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഈ സാധനങ്ങള് ഇതിലൊരു കൃത്യമായ റിഫ്ലക്സോ മറ്റു കാര്യങ്ങളോ സ്ഥാപിച്ചിട്ട്, അതാണ് ഈ അപകടത്തിന്റെ മെയിൻ കാരണം. അതായത് ഈ കുഴിയിൽ നിന്നൊരു 5-6 മീറ്റർ മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസത്തിന് ഒരു അപകടം ഒഴിവാകുമായിരുന്നു. വണ്ടി വന്നിട്ട് നേരെ ഇത് തട്ടി. കാരണം അന്ന് ഒട്ടും കറണ്ടില്ല, രണ്ടാമത് ഭയങ്കര മഴയും, ഭയങ്കര ശക്തമായ മഴയായിരുന്നു. അപ്പൊ അതിന്റെ ഇത് നമുക്ക് ഇത് റിഫ്ലക്സ് കണ്ടല്ലോ സാറ്, ഇത് കറക്റ്റ് ആയിട്ട് ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ദൂരം തന്നെ അറിയാൻ പറ്റും. കുറച്ച് തട്ട ഇന്നും അത്ര ഒരു ഭാഗ്യം ദുരിതം ഒഴിവായി.
കൊടകര ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ നറുക്കെടുപ്പ് നടത്തി. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 45 വർഷത്തെ പാരമ്പര്യമുള്ള കൊടകര ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച വിസിറ്റ് ആൻഡ് വിൻ സ്വർണ്ണമാലയുടെയും പർച്ചേസ് ചെയ്യൂ മലേഷ്യയിലേക്ക് പറക്കൂ എന്നിവയുടെ നറുക്കെടുപ്പ് കൊടകര ഷോറൂമിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. കൂപ്പൺ നറുക്കെടുപ്പിൽ സ്വർണ്ണമാലയ്ക്ക് അർഹനായത് വാസുപുരം തലക്കുലത്ത് വീട്ടിൽ ശിവനാണ്. ഇഷാര ഗോൾഡൻ ഡയമണ്ടിൻ്റെ രണ്ടാമത്തെ ഷോറൂം ആഗസ്റ്റ് 21-ാം തീയതി ഉദ്ഘാടനം അനുബന്ധിച്ചിട്ട് ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഒരു സ്വർണ്ണമാല സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ്. ഒരു ഭാഗ്യശാലിക്ക് അതിനെ നറുക്കെടുക്കാനായിട്ട് അമ്പിളി സോമൻ പ്രസിഡന്റിനെ കൊണ്ട് നറുക്ക് എടുക്കുന്നതായി. ഇത് കഴിഞ്ഞിട്ട് ഈ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇഷാര ഗോൾഡൻ ഡയമണ്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാൾ ഒരു ഭാഗ്യശാലിക്ക് മലേഷ്യ കപ്പിൾസ് ട്രാവൽ ടിക്കറ്റ് അതിൻ്റെ പരിപൂർണ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. ഇഷാര ഗോൾഡിൻ്റെ ആകർഷകമായ സമ്മാനങ്ങൾ അടങ്ങുന്ന എന്താ പറയുക റെസിറ്റുകളാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ഭാഗ്യശാലികളെ നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കും. ഒരാൾക്ക് ആകർഷകമായ സമ്മാനമുണ്ട്, മറ്റൊരാൾക്ക് മലേഷ്യയിലേക്കുള്ള യാത്രയാണ് ഇഷാര നൽകുന്നത്. അത് കപ്പിൾസിന്. അപ്പം എന്തായാലും അത് ഈ നാട്ടിലെ ആളുകൾ തന്നെ ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. എന്തായാലും നമുക്ക് നറുക്കെടുപ്പിലേക്ക് നീങ്ങാം. ഭാഗ്യശാലിയുടെ പേര് ശിവൻ. ശിവൻ തലപുരത്തിന്റെ വീടല്ലേ? ഞാൻ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ആണ് വിളിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. അന്ന് ഇഷാരയിൽ വന്ന് സ്റ്റോൾ സന്ദർശിച്ചതിൽ നിന്ന് നറുക്കെടുക്കാനായിട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതിലെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള സ്വർണ്ണമാലയുടെ സമ്മാനം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നമ്പറിലൊന്ന് തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ പറയണം. കൊടകരയിലെ ഇഷാര ഗോൾഡൻ ഡയമണ്ടിൽ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്ന് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ മലേഷ്യൻ യാത്രയ്ക്ക് തെരഞ്ഞെടുത്ത ഭാഗ്യശാലി ആനന്ദപുരം ചേലൂക്കാരൻ വീട്ടിൽ CM ശ്രീബാലയാണ്. നറുക്കെടുപ്പ് ചടങ്ങിൽ ചെയർമാൻ രാജൻ ചെമ്പാറ, മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ, ഷോപ്പ് മാനേജർ സുബീഷ്, മറ്റ് ജീവനക്കാരും പങ്കെടുത്തു. ഹലോ, ഞാനേ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ശ്രീബാലയുടെ വീടല്ലേ? ശ്രീബാല എന്ന് പറയണത് മകളാണ് അല്ലേ? ഇഷാര ഗോൾഡിന്റെ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. പർച്ചേസ് ചെയ്തവർക്ക് ഇഷാര ഗോൾഡിൽ നിന്ന് കൊടകരയിൽ നിന്ന് പഴയ നറുക്കെടുപ്പില് കപ്പിൾ ട്രിപ്പിന് മലേഷ്യയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് നറുക്കെടുപ്പിൽ ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ആ സന്തോഷം ഇവരെ അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക, ഇഷാര ഗോൾഡിനെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഫെബ്രുവരി മാർച്ചിലാണ് പോകേണ്ടി വരിക. എന്തായാലും ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇഷാര ഗോൾഡിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ. തൃപ്രയാർ ഇഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മലേഷ്യൻ യാത്രയുടെ നറുക്കെടുപ്പ് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ നിർവഹിച്ചു. കൂപ്പൺ നറുക്കെടുപ്പിൽ മലേഷ്യയിലേക്ക് പറക്കാൻ അർഹനായത് കൂപ്പൺ നമ്പർ 1494 സതി ബാലു ഹരിശ്രീ വലപ്പാട് ആണ്. നറുക്കെടുപ്പ് ചടങ്ങിൽ ചെയർമാൻ രാജൻ ചെമ്പാറ, മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ, PRO ഉബൈദു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, മറ്റ് ജീവനക്കാരും പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനി മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കൂർ മാത്രമേ അടയ്ക്കൂ. ഉച്ചയ്ക്ക് 3-ന് നടയടച്ചാൽ 4-ന് തുറന്ന് രാത്രി 9 വരെ ദർശനം തുടരും. പുലർച്ചെ 3-ന് നട തുറക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് കൂടുതൽ ദർശന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ദേവസ്വം ഭരണസമിതി തീരുമാനം എടുത്തതായി ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ഇപ്പോൾ ഉച്ചയ്ക്ക് 2-ന് നടയടച്ചാൽ വൈകിട്ട് 4:30-നാണ് തുറക്കുന്നത്. അവധി ദിവസങ്ങളിൽ 3:30-നാണ് തുറക്കുന്നത്. എന്നാൽ ഭക്തരുടെ തിരക്ക് കാരണം ഉച്ചയ്ക്ക് 2-ന് നടയടയ്ക്കാൻ കഴിയാറില്ല. 2:45 വരെ ദർശനം അനുവദിക്കാറുണ്ട്. തിരക്ക്
കണക്ക് പരിഗണിച്ച് തന്ത്രിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പൂവൻകുല വഴിപാട് ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ ഫൊറോന വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചതോടെയാണ് 15 ഇടം വരെ നീണ്ടു നിൽക്കുന്ന പൂവൻകുല വഴിപാടിന് തുടക്കമായത്. ഇതിന് മുന്നോടിയായി വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ നിന്നും 10 ടൺ കായ്ക്കുലകൾ എത്തിച്ചിരുന്നു. മൊത്തം 50 ടൺ കായ്കളാണ് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്നത്. 25 ടൺ കായ്ക്കുലകൾ ഗ്രാമങ്ങളിൽ നിന്നും വഴിപാടായി ലഭിക്കും. ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കാർമ്മികനായി. ഇടവക വൈദികർ നയിച്ച ആഘോഷമായ സമൂഹ ബലിയും നടന്നു. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ. റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവില വീണ്ടും 91,000-ന് മുകളിൽ. പവന് 400 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില വീണ്ടും 91,000-ന് മുകളിലെത്തി പുതിയ ഉയരം കുറിച്ചത്. 91,120 രൂപയാണ് പുതിയ സ്വർണ്ണവില. വ്യാഴാഴ്ച രേഖപ്പെടുത്തിയ 91,040 എന്ന റെക്കോർഡാണ് തിരുത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 1,360 രൂപ കുറഞ്ഞ് 90,000 താഴെ പോയെങ്കിലും ഉച്ചയോടെ സ്വർണ്ണവില തിരിച്ചു കയറുകയായിരുന്നു. ഉച്ചയോടെ ഒറ്റയടിക്ക് 1,040 രൂപയാണ് വർദ്ധിച്ചത്. വെള്ളിയാഴ്ച 90,720 രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത്. ശനിയാഴ്ച ഗ്രാമിന് 50 രൂപയാണ് വർദ്ധിച്ചത്. 11,390 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 8-നാണ് സ്വർണ്ണവില 90,000 ആദ്യമായി കടന്നത്. തൊട്ടടുത്ത ദിവസം 91,000 കടന്ന് സ്വർണ്ണവില കുതിക്കുന്നതാണ് കണ്ടത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്നതാണ് സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണം. അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം അടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വില വർധനയ്ക്ക് കാരണമെന്ന് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. വീണ്ടും വർഗീയ പ്രസ്താവനയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗ് രാജ്യവിഭജനത്തിന്റെ സന്തതിയാണ്. സംസ്ഥാനത്ത് മുസ്ലിം മതനിഷ്ഠമായ ഭരണമാണ് അവരുടെ ലക്ഷ്യം. ഇസ്ലാമിക നിയമം നടപ്പാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. മുസ്ലിം സംഘടനകളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചിരുത്തുന്ന രീതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു. മലപ്പുറം ജില്ല ആർക്കും ബാലികേറാമലയല്ലെന്ന് താൻ പറഞ്ഞതിന്റെ പേരിൽ ലീഗ് തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. മലപ്പുറത്ത് ഒരു കുട്ടി പള്ളിക്കൂടം പോലും യാചിച്ചിട്ട് അവർ തന്നില്ല. ലീഗും അവരുടെ പോഷക സംഘടനകളും ചേർന്ന് തന്നെ വേട്ടയാടി. മുസ്ലിം ലീഗ് വരയ്ക്കുന്ന ലക്ഷ്മണരേഖ മറികടക്കാൻ സാധിക്കാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുസ്ലിം സംഘടനകളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചിരുത്തുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ലീഗ് ചോദ്യം ചെയ്തു. മുസ്ലിം സംഘടനകളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം കേരളത്തിലെ മതരാഷ്ട്രീയം സ്ഥാപിക്കുക എന്നതാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു കാലത്ത് ജനങ്ങളെ വളർത്താനും ഉയർത്താനും പ്രവർത്തിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആർ ശങ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാർ നയിച്ച കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്ന് അപ്രസക്തമായി മാറിയിരിക്കുകയാണ്. കുറെ പേർ കേരള കോൺഗ്രസിലേക്കും കുറെ BJPയിലേക്കും പോയപ്പോൾ കോൺഗ്രസ് ശോഷിച്ചപ്പോൾ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മുസ്ലിം സംഘടനകൾ വളർന്നുവെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഈഴവ സമുദായത്തോടെ വിവേചനമുണ്ട്. ഈഴവരായ ആര് വന്നാലും വളരാൻ അനുവദിക്കില്ല. VS അച്യുതാനന്ദനെയും ഗൗരിയമ്മയെയും പിണറായി വിജയനെയും പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? അച്യുതാനന്ദനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? മറ്റു സമുദായക്കാർ പലരും മന്ത്രിമാരായിട്ടുണ്ടല്ലോ. അവരെക്കുറിച്ച് എന്താണ് ആരും പറയാത്തത്? ഇപ്പോൾ ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണം എന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രി വാസവനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്. സമുദായാംഗങ്ങളെ വളരാനും വളർത്താനും അനുവദിക്കാത്ത സമീപനമാണ് പൊതുവെ ഇവിടെയുള്ളത്. ഈഴവരെ വളരാനും വളർത്താനും അനുവദിക്കുന്നില്ല. ഈഴവർ ഒരു കാരണവശാലും രാജ്യം ഭരിക്കരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകും. വിജയൻ എന്നാൽ വിജയിക്കാൻ ജനിച്ചവൻ എന്നാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തവും അതിശക്തവുമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ബംഗാൾ ഉൾക്കടലിന് മുകളിലാണ് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഒരിടവേളയ്ക്ക് ശേഷം മഴ സജീവമാകാൻ കാരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. സ്കൂൾ ഓഫ് മാർഷ്യൽ ആർട്സിന്റെ നേതൃത്വത്തിൽ സെന്റ് തെരേസ മോസ്കോ സ്കൂളിൽ വെച്ച് 280ഓളം വരുന്ന കുട്ടികളുടെ കളർ ബെൽറ്റ് ടെസ്റ്റ് നടത്തി. പ്രിൻസിപ്പൽ വിജി ഉദ്ഘാടനം ചെയ്തു. ക്യോഷി TV ഭഗി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഓഫ് മാർഷ്യയുടെ സ്ഥാപകൻ
ക്യോഷി ഡിനോ ഡേവിസ്, സെബൈ ശിവാനി എന്നിവർ സംസാരിച്ചു. ചെന്നൈയിൽ നടന്ന നാഷണൽ ടൂർണമെന്റിൽ വിജയം കൈവരിച്ച മത്സരാർത്ഥികളെ അനുമോദിച്ചു. ലിമിഷ പ്രേമൻ, സെൻസൈ ജിഡിൻഡാൻ, സെൻസൈ സോന, സെബൈ ശ്രീകാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ആശംസകളും അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഏറ്റവും സ്നേഹത്തോടെ നൽകുകയാണ്. ഇന്ന് ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിനും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചതിനും ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് 3-ാം വർഷമാണ് എനിക്ക് ഈ പ്രോഗ്രാമിൽ ഭാഗമാകാൻ സാധിച്ചു. അത് കാണാനും അതിന് വിറ്റ്നസ് ചെയ്യാനുമുള്ളൊരു ചാൻസ് എനിക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കളർ ബെൽറ്റുകളെല്ലാം വാങ്ങി കഠിനാധ്വാനത്തോടും, എനിക്കറിയാം വെറുതെ നമുക്ക് ഇത് സ്വീകരിക്കാൻ പറ്റില്ല, അതിനൊത്തിരി പ്രയത്നിച്ചും കഠിനാധ്വാനം ചെയ്തും പ്രാക്ടീസ് ചെയ്തും ഒക്കെ നിങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ടു ഓൾ ഓഫ് യു. ദാറ്റ് ഈസ് നല്ലൊരു കയ്യടി കൊടുത്ത് നമ്മുടെ മക്കൾക്ക് നമുക്ക് ആശംസിക്കാം. Sambai Akshay, Sambai Zero, Sambai Arjun, Sambai Jasna. കുറ്റിശ്ശേരിയിൽ കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചവരെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കുക, ഒത്താശ ചെയ്ത മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രി VN വാസവനും രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനവും പൊതുയോഗവും. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MO ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഡെന്നി വർഗീസ്, സ്റ്റാൻലി തോപ്പിൽ, KM ജോസ്, രവി എന്നിവർ പ്രസംഗിച്ചു. വിശ്വാസികളായുള്ള കമ്മ്യൂണിസ്റ്റുകാർ കയറിപ്പറ്റി എല്ലാം കട്ടുമുടിക്കുന്ന, കിട്ടുന്നതെല്ലാം കട്ടുകൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് അങ്കമാലി ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സിഗ്നൽ ജംഗ്ഷനിൽ വാഹനങ്ങൾ തടഞ്ഞു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് പ്രവർത്തകരെ അങ്കമാലി പോലീസിന്റെ നേതൃത്വത്തിൽ പിന്നീട് അറസ്റ്റ് ചെയ്താണ് നീക്കിയത്. പോൾ ജോവർ, അഞ്ജുഷ് മണവാളൻ, ബ്രിൻസ് ജോസ്, MU മാർട്ടിൻ, ആന്റണി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് പോലീസോ, 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 പിണറായിയുടെ പോലീസോ, പോലീസോ, കാണട്ടേടാ കാണട്ടെ, കാണട്ടേടാ കാണട്ടെ, കാണട്ടേടാ കാണട്ടെ, പോലീസിലെ ചട്ടകളെ, പോലീസിലെ
അങ്കമാലി പറക്കുളം റോഡ് പുനരുദ്ധാരണത്തിനായി ഫണ്ട് ലഭ്യമായി. സർക്കാർ ഫണ്ടിൽ നിന്നും 31 ലക്ഷം രൂപയും എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 69 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുക. റോജി എം ജോൺ എംഎൽഎ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ റോസ്ലി തോമസ് അധ്യക്ഷയായിരുന്നു. കൌൺസിലർമാരായ ലില്ലി ജോയ്, ഗ്രേസി ദേവസി, മുൻ കൌൺസിലർമാരായ പങ്കജം കുമാരൻ, ബിജു പഗലോ, സ്നേഹനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്കമാലി നഗരസഭ 26 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് പറക്കുളം റോഡ്. ചാലക്കുടി ചെട്ടിക്കുളം ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന 23-ന് ആരംഭിക്കും. ഗാർഹിക ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് വിൽപ്പന. ചാലക്കുടി അഡീഷണൽ ICDS പ്രൊജക്ടിലേക്ക് 2025-26 സാമ്പത്തിക വർഷത്തിൽ വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് താൽപര്യമുള്ള വ്യക്തികൾ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 13-ന് 1 മണിവരെ ടെൻഡർ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ചാലക്കുടി അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 9496216471. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഠനപാഠ്യേതര രംഗത്ത് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്ന മികവുറ്റ പ്രകടനം നാടിന്റെ വികസനത്തിന് ഉതകുന്നതായിരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ. ചാലക്കുടി TTIക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ സ്ഥലപരിശോധന നടത്തി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് അടിത്തറ നിർമ്മിക്കാനെടുത്ത കുഴിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചു കയറി. കൊടകര ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നറുക്കെടുപ്പ് നടത്തി. റെക്കോർഡുകൾ ഭേദിച്ചു കുതിച്ച സ്വർണ്ണവില വീണ്ടും 91,000-ന് മുകളിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനി മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കൂർ മാത്രമേ അടയ്ക്കൂ. വീണ്ടും വർഗീയ പ്രസ്താവനയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.